വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം സഹോദരി ഭർത്താവ് ബെന്നി തോമസ് രാജിവെച്ചത് ബന്ധു നിയമനത്തിലെ ന്യായീകരണം ഫലം കാണാത്തതിനാൽ ജനം ടിവി പുറത്തുവിട്ട വാർത്ത വിവാദ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചതോടെയാണ് രാജി. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ബന്ധു നിയമനത്തെ എതിർത്ത കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ ബന്ധു നിയമനം നടത്തിയതെന്നതാണ് വൻ വിവാദമായത്. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. വീണ, ഇതൊരു നാണം കെട്ട രാജിയായി പോയല്ലോ. എന്തായാലും വലിയ രീതിയിലുള്ള ന്യായീകരണമൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ നിയമനത്തിന് പിന്നാലെ സണ്ണി ജോസഫിന്റെ അളിയന്റെ നിയമനത്തിന് പിന്നാലെ. പക്ഷേ അതൊക്കെ PR ആണെന്ന് പിന്നീട് ഒരു ഘട്ടത്തിൽ നമുക്കെല്ലാം മനസ്സിലാകുന്നു. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിൽ സണ്ണി ജോസഫ് അടക്കം വലിയ രീതിയിൽ ഈ ബന്ധു നിയമനത്തിനെതിരെ വലിയ രീതിയിൽ വാതോരാതെ സംസാരിച്ച ആളാണ്. ഇപ്പോൾ എന്തൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് രാജി വെപ്പിച്ചത്? അതോ സ്വയമേ ഈ സ്ഥാനം ഒഴിയുകയായിരുന്നു? അതോ സണ്ണി ജോസഫിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെയോ നിർബന്ധം മൂലമായിരുന്നു ഈ രാജി? അശ്വതി, രാഖി, UDF സർക്കാർ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് ഏറെ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേറി ദിവസങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെയാണ് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം വലിയ തരത്തിൽ ചർച്ചയാവുകയും അത് UDF-നും BD സതീശൻ മുഖ്യമന്ത്രിക്കും അടക്കം അത് വലിയ തരത്തിൽ തലവേദന സൃഷ്ടിക്കുകയും ചെയ്തത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് UDF-ന്റെ അകത്തു നിന്ന് തന്നെ വലിയ തരത്തിൽ വിമർശനം വന്നു. സണ്ണി ജോസഫ് അതിൽ വിമർശന വിധേയനായി തന്റെ സഹോദരി ഭർത്താവ്, അതായത് അളിയനെ തന്നെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഉൾപ്പെടുത്തിയത്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് കാരണം വെച്ചു. പലതരത്തിലുള്ള ന്യായീകരണം സണ്ണി ജോസഫ് നിരത്തി രംഗത്തെത്തിയെങ്കിലും അത് വിലപ്പോയില്ല. സ്വന്തം പാർട്ടിക്കകത്തു നിന്ന് പോലും പിന്തുണ ലഭിച്ചില്ല. എന്തിന് മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാരോ മുഖ്യമന്ത്രി പോലും ആ തീരുമാനത്തെ അംഗീകരിക്കുകയോ സണ്ണി ജോസഫിനെ പിന്തുണയ്ക്കുകയോ ചെയ്തില്ല. പ്രതിപക്ഷമടക്കം അത് നിയമസഭയിൽ ഉന്നയിച്ച് വലിയ തരത്തിൽ വിമർശന വിധേയമാക്കുകയും ചെയ്തു. നിക്കക്കള്ളിയില്ലാത്ത വന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് ബാഹ്യ സമ്മർദ്ദങ്ങളുടെ പേരിൽ തന്നെയാണ് ബെന്നി തോമസ് രാജിക്കത്ത് എറണാകുളത്ത് കഴിഞ്ഞ ദിവസം VD സതീശൻ എറണാകുളത്തായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹത്തെ അവിടെ രാജിക്കത്ത് അവിടെ എത്തിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നാണം കെട്ടുള്ള ഒരു രാജി എന്ന് മാത്രമേ ഇതിന് പറയാൻ സാധിക്കുകയുള്ളൂ. സണ്ണി ജോസഫ് ഒരു തരത്തിലും രാജി ആവശ്യപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഈ പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കുന്ന കാര്യത്തിൽ എപ്പോഴും അന്തിമമായി തീരുമാനമെടുക്കുന്നത് മന്ത്രിമാർ തന്നെയാണ്. അവർക്ക് പലതരത്തിലുള്ള അവകാശവാദങ്ങൾ കാണും, ന്യായീകരണങ്ങൾ കാണും. പക്ഷേ പല നേതാക്കളും അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നിരവധി പ്രവർത്തകരുണ്ട്, കഴിവുറ്റ പ്രവർത്തകർ തന്നെയുണ്ട്. അവരിൽ ആരെങ്കിലും എന്തുകൊണ്ട് തന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമിച്ചില്ല എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം നടന്ന വിശാല നേതൃയോഗത്തിൽ, ഇന്ദിരാഭവനിൽ നടന്ന വിശാല നേതൃയോഗത്തിൽ വിമർശനം ഉയരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത് മുൻ KPCC അധ്യക്ഷൻ MM ഹസനായിരുന്നു. മറ്റുള്ള നേതാക്കളെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല, ഒരു ബന്ധുവിനെ നിയമിച്ചതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത് എന്നുകൂടി പറഞ്ഞു. സണ്ണി ജോസഫിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മന്ത്രി മാത്രമല്ല, നിലവിൽ ഇപ്പോഴും KPCC-യുടെ പ്രസിഡന്റ് സ്ഥാനത്തുള്ള ആളാണ്. അതിനാൽ തന്നെ പാർട്ടിയുടെ ഐക്യതയ്ക്കും ഒപ്പം തന്നെ ഒരുമിച്ച് ചേർന്ന് സർക്കാരിനെയും പാർട്ടിയെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കേണ്ട ഒരാൾ തന്നെയാണ് സണ്ണി ജോസഫ്. അപ്പോൾ അത്തരത്തിലുള്ള വീഴ്ച അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടൊരു നേതാവ് അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന നേതൃനിരയിലുള്ള ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അത് വലിയ തരത്തിൽ ചർച്ചയാവുകയും പാർട്ടിക്ക് അത് ദോഷം ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പാർട്ടി അധികാരത്തിലെത്തിക്കാൻ പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്ന ഒരു നടപടി തന്നെയാണ് സണ്ണി ജോസഫ്. അതുപോലെ തന്നെ ഇത് ജനം ടിവിയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിന് പിന്നാലെ മറ്റു മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റുപിടിക്കുകയും ചെയ്തു. എന്തായാലും KPCC-ക്ക് ആയിക്കോട്ടെ കേന്ദ്ര നേതൃത്വത്തിനായിക്കോട്ടെ വല്ലാത്തൊരു അതൃപ്തി ഈ വിഷയത്തിലുണ്ട്. അത് ഒരുപക്ഷെ വീണ സൂചിപ്പിച്ചത് തന്നെയായിരിക്കും. കാരണം സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ പോലെയല്ല, മറ്റ് നേതാക്കൾക്ക് മറ്റുള്ള പ്രവർത്തകർക്ക് കൂടി മാതൃകയാകേണ്ടിയിരുന്ന വ്യക്തിയാണ്. KPCC അധ്യക്ഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കസേരയിൽ ഇരുന്ന വ്യക്തി ഇത്തരത്തിൽ ഒരു മന്ത്രി കസേര കിട്ടിയപ്പോൾ തൻ്റെ കുടുംബക്കാരെ പിടിച്ച് പേഴ്സണൽ അഡീഷണൽ സെക്രട്ടറിയൊക്കെ ആക്കുക എന്ന് പറയുമ്പോൾ, അതും നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇടതുപക്ഷത്തിനെതിരെ ഘോരഘോരം വാദിച്ചവർ, പ്രസംഗിച്ചവർ ഒരു കസേര കിട്ടിയപ്പോൾ കവാത്ത് മറന്ന ഒരു സാഹചര്യം അല്ലേ വീണ? തീർച്ചയായും രാഖി, അത് തന്നെയാണ് രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്ത ജനം TV തന്നെയാണ് പുറത്തുവിട്ടത്. അതിനുശേഷമാണ് മറ്റു മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ നേതാക്കളും പ്രതിപക്ഷവും ഒക്കെ ഉയർത്തി രംഗത്തെത്തുകയും ചെയ്തത്. വലിയ തരത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിൽ പ്രേക്ഷകരുടെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽ എത്തിക്കാൻ സാധിച്ചത് ജനം TVക്ക് തന്നെയാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ അന്ന് ഭരണത്തിലിരുന്ന LDF-നെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ബന്ധു നിയമന വിവാദത്തിൽ വലിയ തരത്തിൽ പ്രസ്താവനകൾ ഇറക്കുകയും ന്യായീകരണങ്ങൾ പറയുകയും അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത UDF പക്ഷേ അധികാരത്തിലെത്തിയപ്പോൾ അക്കാര്യങ്ങൾ മറന്നു
നടന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് വിമർശനം ഉയർന്നത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഒടുവിൽ ബാഹ്യ സമ്മർദ്ദങ്ങളോടുകൂടി തന്നെയാണ് ബെന്നി തോമസ് രാജിവെച്ചിരിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളോ പരസ്യമായി തന്നെ ബെന്നി തോമസിന്റെ രാജി വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. സണ്ണി ജോസഫും രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ബെന്നി തോമസിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ഈ ബാഹ്യ സമ്മർദ്ദങ്ങളുടെ പേരിലും ഒപ്പം തന്നെ താൻ കാരണം ഈ സണ്ണി ജോസഫിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ഉള്ള ഒരു വഴി എന്ന നിലയിൽ തന്നെയാണ് ഒടുവിൽ ഒരു നാണം കെട്ട് രാജിവെച്ചുകൊണ്ട് ഈ വിവാദത്തിൽ നിന്ന് തലയൂരുവാൻ ബെന്നി ജോസഫ് തന്നെ രംഗത്തെത്തിയത്. ഒരു പക്ഷേ അളിയനെ രക്ഷിക്കുക എന്നുള്ള അല്ലെങ്കിൽ അളിയന്റെ മന്ത്രി കസേരയ്ക്ക് കേടുകൂടാതെ 5 വർഷം ഭരിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, താനായ ഒരു ചീത്തപ്പേരോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വരുത്തി തീർക്കണ്ട എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബെന്നി തോമസ് ഇത്തരത്തിൽ രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം സണ്ണി ജോസഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ള മന്ത്രിമാരും ഒപ്പം തന്നെ UDF മറ്റ് നിരയിലുള്ള നേതാക്കളും ഒക്കെ വിമർശനം ഉന്നയിച്ചപ്പോൾ ആകെ ന്യായീകരിച്ചതും ഒപ്പം തന്നെ ഈ സണ്ണി ജോസഫിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത് കെ മുരളീധരൻ മാത്രമായിരുന്നു. മന്ത്രി കെ മുരളീധരൻ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ന്യായീകരണം നടത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളൊന്നും നിലനിൽക്കില്ല. അല്ലെങ്കിൽ അധികാരത്തിലേറുമ്പോൾ ഒരു കാര്യം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു കാര്യം പറയുക, ഇത്തരത്തിലുള്ള വിഭിന്ന അഭിപ്രായങ്ങൾ അത് പാർട്ടിക്ക് യോജിച്ചതല്ല എന്നുള്ള വിമർശനം പൊതുമധ്യത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും. ശരി വീണ, എന്തായാലും ഈ ഇപ്പോൾ വലിയ വിവാദമായപ്പോൾ ഈ പറഞ്ഞതുപോലെ KPCCക്ക് അതൃപ്തി എന്നും കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇവർ മുൻകൂട്ടി കാണണമായിരുന്നു അല്ലേ? നമ്മുടെ കേന്ദ്ര നേതൃത്വം പരിശോധിച്ചാൽ തന്നെ ഈ കുടുംബവാഴ്ചയാണല്ലോ. പിന്നെ കേരളത്തിൽ അത് പയറ്റുന്നത് തെറ്റൊന്നുമില്ല. അളിയന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണമല്ലോ.